ഇന്ന് നമ്മളൊരു മാങ്ങ വരട്ടുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ കുറേ മാങ്ങ കിട്ടി, കുറേ ഇവിടെ ഉണ്ടായതാണ്. പിന്നെ കുറേ ഇന്നലെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്നും ഇപ്പോൾ എവിടെ പോയാലും മാങ്ങയും കൊണ്ടാണ് വരവ്. എവിടെ ചെന്നാലും മാങ്ങയാണല്ലോ മാങ്ങയുടെ സീസണിൽ. അപ്പോൾ നമ്മൾ കുറേ മാങ്ങ കൊണ്ട് മാങ്ങ പപ്പടം, അതായത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള പപ്പടവും അതൊക്കെയാണ് നമ്മൾ കാണിച്ചിരുന്നത്. മാങ്ങ എങ്ങനെ ഉപയോഗിക്കാം, പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് വരട്ടി എങ്ങനെ വെക്കാമെന്നുള്ളത്. നമ്മൾ ചക്കയും പഴമൊക്കെ വരട്ടി വെക്കുന്ന മാതിരി മാങ്ങയുടെ പൾപ്പ് അത് വരട്ടി വെച്ചാൽ നമുക്ക് കുറേ നാൾ ബ്രെഡിൻ്റെ ഒപ്പം ജാമിന് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് നമുക്ക് മിക്സിയിലടിച്ച് ജ്യൂസാക്കി വേനൽക്കാലം അത് മാങ്ങയുടെ കാലം കഴിഞ്ഞാലും യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കാവുന്നതാണ് മാങ്ങ വരട്ടിയത്. അപ്പോൾ മാങ്ങ പൾപ്പ് നമ്മൾ മാങ്ങ നുറുക്കി അത് അടിച്ച് അതിൻ്റെ നാര് കളഞ്ഞിട്ടാണ് ഈ വെച്ചിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി അരയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് അതിനെ വറ്റിച്ചെടുക്കണം, വരട്ടി എടുക്കണം. ഇന്ന് കുറച്ച് അധികം മാങ്ങയാണ് നമ്മൾ വരട്ടാൻ പോണത്. അതുകൊണ്ട് വീട്ടിലെ അടുപ്പിൽ, ചെറിയ അടുപ്പിലോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലോ ഉരുളിയിലോ വരട്ടാൻ സാധിക്കുന്ന കാര്യമല്ല. നമ്മളിത് ഇവിടെ വന്നിട്ട് കാറ്ററിങ്ങിൽ വന്നേക്കാണ്. ഉരുളി വെച്ചിട്ട് അതിൽ വരട്ടുകയാണ്. അപ്പോൾ ഇത് സമയമെടുക്കും കുറച്ചും കൂടി, വെള്ളമൊക്കെ വറ്റി നല്ലോണം വരണ്ട് വരാൻ. കുറച്ച് ശർക്കര നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ മാങ്ങയ്ക്ക് നല്ല പുളിയാണല്ലോ. നല്ലോണം വരണ്ട് വന്നു തുടങ്ങി, കുറച്ച് വെള്ളം വറ്റി തുടങ്ങി. ഈ പാകമാകുമ്പോൾ നല്ലോണം തിളച്ച് പുറത്തേക്ക് വരുന്നുണ്ട്, തെറിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കാലുമിലൊക്കെ വീഴാണ്ട് സൂക്ഷിച്ച് ഞാൻ അകലം വിട്ട് ഇളക്കുകയാണ്. തിളച്ചതുണ്ട്, പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഈ സമയം ഭയങ്കര പെട്ടെന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മേത്തേക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. കുറേശ്ശെ വെള്ളം വറ്റി വന്നു തുടങ്ങി. മാങ്ങ വരട്ടിയത് കുറച്ച് പാടാണ്. ചക്ക വരട്ടിയ പോലെ പെട്ടെന്നാവില്ല, സമയം എടുക്കുന്നുണ്ട് നന്നായിട്ട്. നമ്മുടെ മാങ്ങ ഇവിടെ മാങ്ങ വരട്ടി ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5-6 മണിക്കൂറിലത്തെ പ്രോസസ്സാണിത്. നമ്മൾ 7 മണിക്ക് മാങ്ങ ചെത്താൻ തുടങ്ങി, അത് ഏകദേശം ഉച്ചയായി. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല, ഉണ്ടോ? ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയാവും. നമുക്ക് തൽക്കാലം ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ആക്കി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചൂടുണ്ട്, ഉരുളി ചൂടുണ്ട്. പാള കോട്ടിയിട്ടുണ്ടാക്കിയൊരു പാള കോട്ടിയിട്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ വരണ്ടി നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ക്ലീനായിട്ട് വരും. അപ്പോൾ അതിനെ ഉപയോഗിക്കുന്നതാണ് അവർ. അപ്പോൾ ഞങ്ങളും അതുകൊണ്ട് തുടച്ചെടുക്കുകയാണ് ഉരുളിയിൽ. അതിൻ്റെ എല്ലാം ക്ലീനായിട്ട് വരും. ഞാൻ കഴിച്ചോട്ടെ, നല്ല ടേസ്റ്റ്. ഈ ഇത് അടിപിടിച്ചതാണ്, കഴിച്ചോ? വീഡിയോ ഓണാക്കി വലിയമ്മ എന്തും കഴിക്കും. എൻ്റെ പക്കത്ത് ഉരുളിയുടെ അറ്റത്തൊക്കെ പായസമാണെങ്കിലും ചുരണ്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടോ? കട്ടിയായിട്ടിരിക്കുന്നത് സൂപ്പർ. അപ്പം നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടി ഉച്ചയ്ക്കാണത് കഴിഞ്ഞത്. കണ്ടില്ലേ,
ആ ഉരുളിയിൽ ഉണ്ടായിരുന്ന എത്രയും ഉണ്ടായിരുന്നു അതിൻ്റെ പൾപ്പ്. ഇപ്പോൾ വരട്ടി വന്നപ്പോൾ ഇത്രയായി. ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. എന്നിട്ട് നമുക്ക് വല്ല നെയ്യോ പുരട്ടി അതിനെ ഒന്ന് നല്ല പാത്രത്തിലാക്കി അടച്ച് വെച്ചാൽ കുറേ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാളിരിക്കും. ഇതൊക്കെയാണ് മാങ്ങ വരട്ടി വിശേഷങ്ങൾ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമസ്കാരം.